ഗൈസ് ഹലോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് പറയാൻ പറ്റും? നമ്മുടെ കൂട്ടുകാരന്റെ നിക്കാഹാണ്. അതെ, ഞങ്ങളെ ചങ്കിന്റെ ചെറുപ്പം മുതൽ ഞങ്ങളൊപ്പം നമ്മളെ ഈ കൂട്ടത്തിലത്തെ ഒരാളുടെ നിക്കാഹാണ്. അപ്പൊ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. ചെക്കനെ ഞാൻ ഇനിയിപ്പോ കൂട്ടത്തില് ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാരും ക്യാമറയുടെ ഫ്രണ്ടിൽ എല്ലാരും നിൽക്കുന്നുണ്ട്. എല്ലാരും ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, എല്ലാരും ഇതാ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിട്ട് പോകുകയാണ് മണവാള പിന്നാലെ. എല്ലാരും ഇതാ മാനട്ടി ഇതാ നമ്മുടെ ചങ്കാണ്. പിന്നെ അതാ എല്ലാരും. ബ്രോ എവിടെ മണവാളനെ എവിടെ ബ്രോ? നമ്മളെ ഇതെല്ലാരും പോയിക്കൊണ്ടിരിക്കട്ടെ ഗൈസ്. ഞാൻ കാണിച്ചിട്ട് തന്നെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. അതിമനോഹരമായ ഫോട്ടോഷൂട്ട് ആണ്. അപ്പം എൻ്റെ ഇന്നലെ എന്താ ഡിസ്ക് കംപ്ലൈന്റ് തണ്ടര് എന്താണ് കംപ്ലൈന്റ് ആയിക്കണ്? ഇന്നലെ എന്താ ജിമ്മിന് പോയിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അവിടേക്ക് കംപ്ലൈന്റ് ആക്കിയത്. അപ്പോൾ അവനക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണ ഗൈസ്. ഇന്നലത്തെ എന്താണ് ഇന്നലെ മഴത്ത് ജിമ്മെടുത്ത അത്ര ഗൈസ്. അപ്പൊ ഡിസ്ക് കംപ്ലൈന്റ് ആയിക്കുക. എന്തൊക്കെ കംപ്ലൈന്റ് ആക്കിയ ജീവിതത്തിൽ ആദ്യമായിട്ട് നിക്കാതെ വന്നിട്ട് ജീവിതത്തിൽ വലിയ ആദ്യമായിട്ടാണ്. എന്താ ബ്രോ? 4 വയസ്സായി അവനക്ക്. ഈ കണ്ടതിൽ വെച്ചിട്ട് സമതിന് നിക്കാണ് ഫസ്റ്റ് കാണുന്നത്. ഇതുവരെ നിക്കാൻ പോയിട്ടില്ല. ബ്രോ ഹാപ്പിയാണോ? എന്താ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് ഇവരെ ഞങ്ങളെ കണ്ടുനോക്കുമ്പോ അവര് ഗേറ്റ് പൂട്ടിക്കുക തോന്നുന്നു ഗൈസ്. ഞങ്ങൾ ഇവിടെ ഇപ്പൊ കുറെ നേരം പോസ്റ്റ് അടിച്ച് പോസ്റ്റിച്ചാലും പോരാ, ആകെ പോസ്റ്റാണ്. ഞങ്ങൾ സ്വന്തം നാട്ടുകാരായിട്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആള് പുറത്തേക്ക് പോയിക്കാന്നൊക്കെ പറയണ ഗൈസ്. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. വന്ന് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഭയങ്കര ഇതാണ്. കാണിച്ചാൽ അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ നോക്കി കാണിച്ചാൽ ഞാൻ എന്നെ അതിന്റെ ഉള്ളിന്റെ പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് കാണിച്ചാൽ അടിപൊളി ഫോട്ടോ, കല്യാണ വെഡിങ് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം. ജിനിയുടെ കിണ്ണം കാച്ചി ഫോട്ടോസ് അവിടെ നമ്മള് എല്ലാരും കല്യാണത്തിന് ഒരു സ്പോട്ടിൽ നിന്നാണ് ഫോട്ടോ എടുക്കലില്ലേ. എല്ലാ ഞായറാഴ്ച എങ്ങനെ ഒരു 6-7 ഞാൻ കാണിച്ചത് അതിന്റെ ഉള്ളിൽ കാണിച്ചത്. പൂട്ടിയിടാൻ കാരണം അവരൊരു വാട്ടർ പൈപ്പ് പൊട്ടിച്ചു എന്നുള്ള ഇതാണ്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ജിലി അതോടുമായിട്ട് നമ്മളോട് ഞാൻ കാണിച്ചത് അതിന്റെ ഉള്ളിൽ കാണിച്ചത് ഗൈസ്. അടിപൊളി സ്ഥലമാണ്. ഇതാണ്ടോ ഗൈസ്, ഇതാണ് ഉള്ളട്ടോ. അടിപൊളിയാണ്. ഫോട്ടോ നമ്മൾ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. കല്യാണത്തിനും നിക്കാഹിനും എല്ലാ സേവ് ദ ഡേറ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലേസ് ആണിത്. നല്ല ഏരിയയാണ്. ഞങ്ങളെ ഇവിടുത്തെ നാട്ടിലത്തെ ഒരു 6 കൊല്ലായിട്ട് ഞങ്ങള് എല്ലാത്തിനും യൂസ് ചെയ്തിരുന്നത് പെരുന്നാൾ. ഒരു പെരുന്നാളായാലും വിഷുവായാലും യൂസ് ചെയ്ത് എല്ലാരും നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ആയ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ക്ലൈമറ്റും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വരെ പരമാവധി. ചെക്കൻ കണ്ടോ വണ്ടി പോയ അണ്ണനെ പോലെയാണ് നിൽക്കുന്നത് ഗൈസ്. ഫോട്ടോ ഇതിലാണ്. ഭയങ്കര ഷോക്കാണ്. ഉള്ളിൽ നിന്ന് എടുക്കേണ്ടത് ഇപ്പൊ പുറത്തുനിന്ന് എടുക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഗൈസ്. വീട്ടിലെ ആളില്ലാത്തോണ്ടാണ് ഗൈസ്. അൻഷാ ബ്രോ, എന്താ നമ്മളെ ചെക്കന്റെ നിക്കാനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ചെക്കൻ ഇന്നലെ മുതൽ തുടങ്ങിയതാണ് കൈ ഇങ്ങനെ വിറക്കുക. എന്താ ഇങ്ങനെ പേടിക്കണം? എനിക്ക് മനസ്സിലാണില്ല. കൂടുതൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ പക്വതയുള്ള വ്യക്തി അവനാണെന്ന് എന്റെ വിചാരം ഉണ്ടാവും. അത് ഇന്നലത്തോടെ മാറി കിട്ടി. പൊറാട്ട തീരുമ്പോ എന്താ കൈ ഞാൻ ഭയങ്കര ഡീസന്റ്. ഇതാ ഇപ്പൊ ചെക്കന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കട്ടോ ഗൈസ്. യൂൺസ് ഞങ്ങളെ കൂട്ടത്തിൽ നല്ല ഫോട്ടോ എടുക്കണവനാണ്. സെമീർ അപ്പുറത്ത് നിന്നിട്ട് നല്ല പറഞ്ഞു കൊടുക്കണ്. ഞങ്ങളെ കൂട്ടത്തില് പ്രായം തോന്നിക്കണു വെച്ചാലും ഏറ്റവും കുറവ് പ്രായമില്ലാത്ത കൂട്ടത്തിൽ തരുത്തവരാണ്. മുസ്തഫ എന്നാണ് പേര്. പക്ഷെ ഞങ്ങളെല്ലാരും മുത്തമ്പി എന്നാണ് വിളിക്കുക. ബ്രോ പറ, നമ്മളെ ചെക്കന്റെ നിക്കാനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? പറ ബ്രോ, ബ്രോ. യൂട്യൂബില് നമുക്കിനി ഫൈസലിന്റെ അടുത്ത് പോവാം. നമ്മളെ കൂട്ടത്തിലത്തെ വേറെ ചങ്ങ ഫൈസൽ, എന്താണ് നമ്മളെ
ചങ്ക് സമതിന്റെ നിക്കാനെ കുറിച്ചിട്ട് താങ്കൾക്ക് പറയാനുള്ളത് അഭിപ്രായം? പരിപാടി ഉഷാറായിരുന്നു? ഒലിവായില്ലേ? 5 സമൂസ ആര്? യൂൻസോ? താങ്കൾ 5 സമൂസ ഒന്നും ഇപ്പൊ എന്താ ഒരു ക്ലാസ് എടുത്തിട്ട് പോയിട്ട് നേരെ സ്റ്റെപ്പ് കയറി മൂളി പോകും. ഒന്നിട്ട് നിൽക്കുന്നു ഒരു പേരുടെ മോളെ ഒന്നെടുക്കും എത്ര നാണും മാണ്ടാണ് ഒരു കല്യാണ പോലെ ഇടും താങ്കൾക്ക് എന്താ പറയാനുള്ളത് നിക്കാനെ കുറിച്ച്? ഈ പറഞ്ഞ ബാബുല്ലേ മദർസേന്ന് വളർത്തിട്ട് ആണായിട്ട് ഇവിടെ നിക്കണ എല്ലാവരും ഇത് പോണ സാധനമാണ്. അതിൽ പറ താങ്കൾ എന്താ പറയാനുള്ളത്? ഏയ് പോ കൈ ആദ്യമൊക്കെ കിട്ടി. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഇതൊക്കെ പറയാനുള്ളത് അൻഷാദും സമീപനം കാരണം സമീർ ബ്രോ ചെക്ക് ഏത ലുക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഒരു പൊട്ടൻ കയറലായിരുന്നു. ഒന്ന് നേരം കൊടുത്ത് ഇവന്റെ അടുത്തേക്ക് പോയേക്കും. ഞങ്ങളൊക്കെ നെട്ടിച്ചു പേ ആകെ ഗ്യാസ് പറഞ്ഞ മനസ്സിലല്ല ഗ്യാസ് അത്രക്ക് ഉഷാറായിക്കണു. ഉണ്ടോ നല്ല ഫോട്ടോ. ഗൈസ് ഇതാണ് ഫോട്ടോഗ്രാഫ്. അടിപൊളിയാണ്. ആരേലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ഇവനെ ബന്ധപ്പെടാം. ഇവന്റെ നമ്പർ നമ്മള് ഏതിനാ കൊടുക്ക? അതില് കൊടുക്കൂ ഗൈസ്. അതിലിട്ടേക്ക് ഗൈസ്. ഇതവന്റെ ബിനാമിയാണ് ഗൈസ്. ഗൈസ് ഇത് കണ്ടോക്കുമ്പോ ഇവർക്ക് കെട്ടണം പറഞ്ഞ തുള്ളാണ് ഗൈസ്. ഒരു കോള് വരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ഇപ്പൊ എന്താ വീഡിയോ അവന്റെ അമ്മോസനാ തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഇതാക്കാം. ക്യാമറയിൽ പെടാൻ വേണ്ടിട്ട് എന്റെ ഒപ്പം നടക്കുന്ന ഒരു കൂട്ടുകാരനാണ് ഗൈസ്. എങ്ങനെയാണ് ബ്രോ പറ എങ്ങനെയാണ്? എങ്ങനെ ക്യാമറയൊക്കെ നോക്ക്. എന്താ മാമ ഗൈസ് യൂട്യൂബിന്റെ വരുമാനം ഇപ്പൊ തന്നെ അളക്കൽ തുടങ്ങി ഗൈസ്. അങ്ങനെ നീണ്ട എന്താ കാത്തിരിപ്പിന് ശേഷം അവര് ഗേറ്റ് തുറന്നു ഗൈസ്. ഇനി ഞാൻ കാണിച്ചത് ഇതിന്റെ ഉള്ളിൽ ഇതാ ഞങ്ങളെ ഗേറ്റ് തുറപ്പിച്ച വ്യക്തിയാണ്. ഇവര് ഭയങ്കര ബോണ്ടാണ് ഗൈസ്. ഇവരെ ചങ്കാണ് ഈ പോണ ബ്രോ മാണ്ടി ബ്രോ താങ്ക് യു ബ്രോ. ഒരുപാട് കടപ്പാടുണ്ട് താങ്കളോട്. എന്താണ് എന്താ ബ്രോ ഹർഷ എന്താ പറഞ്ഞ? ബ്രോ ആഷിഖ് ബ്രോ ഉണ്ടാവും ബ്രോ. അൻഷാദ് എന്ന പേര്, പക്ഷെ ഞങ്ങൾ ഉണ്ടാവുന്നാണ് ഞങ്ങൾ വിളിക്കുക ബ്രോ. ആ ഗൈസ് ഞാൻ ഇതിന്റെ ഉള്ളിൽ കാണിച്ചിട്ട് ഗൈസ്. ഇതൊരു ഞങ്ങളെ നാട്ടിലത്തെ ഒരു പ്രമാണ്ട വീടാണ് ഗൈസ്. ഭയങ്കര സെറ്റാണ്. ഇവിടെ ആർക്കെങ്കിലൊക്കെ സേവ് ദ ഡേറ്റ്, അതേപോലെ എൻഗേജ്മെന്റ്, അതേപോലെ കല്യാണം, നിക്കാഹ്, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഏരിയയാണ്. ഇതിന്റെ ബാക്കിലൊക്കെ നല്ല അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഉണ്ടോ ഉണ്ടോ ചെക്കാൻ ഏത് വണ്ടറ ഇവിടെ നിന്നിട്ട് ഫോട്ടോ നിൽക്കണുണ്ടോ? ഞാൻ അവിടെ നിന്ന് കാണിച്ചത് ഗൈസ്. എന്താ ബ്രോ കസാറൊക്കെ എന്താ നോക്ക് ഗൈസ്, എന്താ രസല്ലേ, ഭയങ്കര ഇതാണ്. ഇതിന്റെ ബാക്കിലൊക്കെ നല്ല ഒരുപാട് സ്ഥലം ഉണ്ട് ഗൈസ്. ഞാൻ കണ്ടോ അവിടുത്തെ ഇതിന്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ് ഗൈസ്. ഫോട്ടോഷൂട്ട് ഞങ്ങളെ കൂട്ടത്തിലത്തെ ചെക്കൻ തന്നെ യൂനസ് ബ്രോ, അടിപൊളിയാണ്. ഇവിടെ ഏത് ഫോട്ടോ എടുത്താലും ഇതാണ്. എൻ്റെ ഇൻസ്റ്റ ഐഡിയിലൊക്കെ കയറി നോക്കിയാൽ ഇതിൽ കയറി കഴിഞ്ഞാലൊക്കെ അടിപൊളി ഫോട്ടോ ഉണ്ട്. അതൊക്കെ എടുത്തത് ഈ ബ്രോ ആണ്, യൂൻസ് ബ്രോ. ഉണ്ടോ ഞങ്ങളിന്ന് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. അപ്പൊ നിർത്ത്
ഇനി ഞങ്ങളെല്ലാരും പാടെ എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനാണ് പറയണത്. അവരൊക്കെ നിക്കട്ടെ. അർഷ ബ്രോ ചെല്ലടാ ഫോട്ടോ എടുക്കാൻ ചെല്ലേ. ഏതാ റിൻസോ ഉപ്പ അവളുടെ വാപ്പേ നിന്നോളി. ബോച്ചാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കണത്. സമത് ബ്രോ ഫോട്ടോ കഴിഞ്ഞോ? ആടാ ഞാണ് ചെക്കന്മാര്. ഞാൻ നിക്കണ്ടേ ഞാൻ നിക്കട്ടെ കേട്ടോ ഇപ്പൊ